കിടക്കുകയാണ്. അതെങ്ങനെ നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നത്? അവിടെയാണ് രസം. നമ്മളുടെ എന്താ പറയാ, ഒരു ആത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉള്ളിൽ കിട്ടുന്ന ഒരു വല്ലാത്ത സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതാണ് ശരിക്കും നമ്മൾ ആഘോഷിക്കുന്നത്. എന്താണ് റമദാൻ എന്ന് പറഞ്ഞാല് അർത്ഥം എന്നറിയോ ആർക്കെങ്കിലും? പല അർത്ഥങ്ങളുണ്ട് അതില്. പൊതുവെ നമ്മൾ പറയുന്നൊരർത്ഥം റമദാൻ എന്ന് പറഞ്ഞാല് കരിച്ചു കളയുന്നു. ആരാ പറഞ്ഞ? കരുതട്ടാണ് പറഞ്ഞു. കരിച്ചു കളയുന്ന എന്ത്? അതിശക്തമായ ചൂടാണ്, അതിശക്തമായ ഹീറ്റാണ്. എന്തിനെ കരിച്ചു കളയുന്ന അത്രയും ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള ചൂടാണ്. എന്തിനാണ് ശരിക്കും പറഞ്ഞാല് ഈ ചൂട് കരിച്ചു കളയുന്നത്? ശരിക്കും പറഞ്ഞാൽ റമദാനിന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സ്കൂളിലായിരുന്നു അല്ലേ എന്ത് അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഞാനാദ്യം വിചാരിച്ചിരുന്നത് പിന്നെ എന്താ ഒരു തണുപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനത് വിചാരിച്ചത്. ചൂട് എന്ന് പറയാൻ കാരണം ഞാൻ ചൂട് കാലത്തായിട്ടാണോ എന്ന് വിചാരിച്ചു. അപ്പൊ ചൂടുകാലം മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റ് ആണല്ലോ. ഞാനിത് കേൾക്കുന്നത് കുറച്ച് വർഷം മുമ്പാണ് ഇതിന്റെ അർത്ഥം അറിയുന്നത്. ഞാൻ അതിന് അർത്ഥം ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പിന്നീട് മനസ്സിലാക്കിയത് ഈ ചൂട് എന്ന് പറയുന്നത് നമ്മളുടെ പാപങ്ങളെയാണ് കരിയിച്ചു കളയുന്നത്. നമ്മളെ പാപങ്ങളെ കരിയിച്ചു കളയുന്നതാണ് ഈ ഒരു അതിശക്തമായ കഠിനമായിട്ടുള്ള ചൂട് എന്ന് പറയുന്നത്. കരിയിച്ചു കളയാണ്. അത് എത്ര വലുതാകട്ടെ എത്ര ചെറുതാകട്ടെ. നമ്മളിപ്പോ കണ്ടുല്ലേ, എത്ര കൂടുതലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാട്ടുതീയൊക്കെ വന്നിട്ട് ഒന്നായിട്ട് അവിടെ നശിക്കാറില്ലേ? അപ്പോൾ എത്ര വലുതാണെന്നുണ്ടെങ്കിലും തീയിന് എന്ത് ചെയ്യാൻ പറ്റും? ചൂടിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അങ്ങോട്ട് ബേൺ ചെയ്ത് അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും അല്ലെ? അതിന്റെ അർത്ഥങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പൊ എത്ര ശക്തമായ എത്ര വലിയ പാപങ്ങൾ കൊണ്ടുവന്നാലും അതിനൊക്കെ ബേൺ ചെയ്യാൻ കഴിയുന്ന, അതിനൊക്കെ കരിയിച്ചു കളയാൻ കഴിയുന്ന ഒരു ഒരു സമയമാണ്, ഒരു മന്താണ്, ഒരു മാസമാണ് എന്ത് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തില് നമ്മളൊക്കെ ഓരോ ദിവസവും നമ്മളിൽ ഉണ്ടാകുന്ന കുറെ ഇതേപോലെയുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കും, ചെറുതും വലുതുമായിട്ടുള്ള. അതിങ്ങനെ എടുത്തു വെച്ച് റമദാൻ എന്നുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിന് മുഴുവനും നമുക്ക് കരിയിച്ചു കളയാനുള്ള ഒരവസരമാണ് യഥാർത്ഥത്തില് റമദാൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്നൊരു സമയത്ത്, റമദാനിലേക്ക് നമ്മൾ എത്തുന്നൊരു സമയത്ത്, അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സ്വാലിഹ പറഞ്ഞതുപോലെ എന്താ ചെയ്യാറ്? വീടൊക്കെ വൃത്തിയാക്കാറുണ്ട് അല്ലെ? നമ്മളൊരു റെഡി ആവലുണ്ട്. നമ്മൾ അടുക്കളയിൽ നമുക്ക് കുറച്ചും കൂടി കുക്കിംഗ് ഒക്കെ ഈസി ആകാനുള്ള കുറെ ടിപ്സുകൾ നമ്മൾ നോക്കി വെക്കാറുണ്ട്. അതേപോലെ പൊതുവെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല രസത്തിലുള്ള പിന്നെ ഞാൻ പൊതുവെ ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ കുറച്ച് സ്നാക്സ് ഒക്കെ പിന്നെ പഠിച്ചു വെക്കും, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവും വീണ്ടും വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓൾറെഡി ഒരു 10-15 സ്നാക്സിന്റെ പിന്നെ റെസിപ്പി എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെക്കും എന്ന് ചിന്തിച്ചിട്ട് അതെല്ലാം കൂടെ ആലോചിച്ച് പിന്നെ കുറെ യൂട്യൂബിൽ ഇരുന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സമൂസ തന്നെ ഉണ്ടാക്കും. ഈ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് വരാതിരിക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം കൊണ്ടും റെഡി ആവാറുണ്ട്. ഇപ്പോ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈക്കോളജി പോണത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ വീടൊക്കെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുമല്ലോ. ആ വൃത്തിയാക്കിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എടുത്തു കളയാനാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കും. കാലങ്ങളോളമായിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ ഉണ്ടായിരിക്കും. കുട്ടികൾ ചിലപ്പോ 1ലും 2ലും പഠിച്ച പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടി ചിലപ്പോൾ 10ലൊക്കെ എത്തിയിട്ടുണ്ടാവും, +2ലൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്നാലും കുട്ടി 1ലും 2ലൊക്കെ പഠിച്ചതിന് അതേ പുസ്തകങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ റാക്കിൽ എടുത്ത് വെച്ച് അങ്ങനെ വെക്കും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനാണ് ഈ ഒരു ഡീപ് ക്ലീൻ വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അത് ഏത് സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പൊ ആ ഒഴിവാക്കലിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്കും കൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ, അത്
പൊതുവെ പുരുഷന്മാർക്ക് അങ്ങനെ നമ്മൾ കാണാറില്ല അല്ലെ? സ്ത്രീകളാണ് എല്ലാം കൊണ്ടും ആ ഒരു തയ്യാറെടുപ്പിലേക്കൊക്കെ വരാറുള്ളത്. അപ്പൊ അങ്ങനെ തയ്യാറെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യണം? ഈ റമദാൻ കൂടെ റമദാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം? അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും 5ഉം 6ഉം 7ഒക്കെ നോമ്പുകള് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ നോറ്റ് വീട്ടും. അങ്ങനെ ആ തയ്യാറെടുപ്പ് വന്ന് റമദാനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതേപോലെ തന്നെ ഞാൻ എന്താണ് ഈ റമദാനില് ഞാൻ അച്ചീവ് ചെയ്യുന്നത്? ഞാൻ എന്ത് ഗോളാണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്? ആ ഒരു ചിന്തയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഞാൻ ഇപ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പിന്നെ നമസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകള് ഒന്നായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമല്ലോ. തറാവീഹ്ക്കൊക്കെ നമ്മളിവിടെ പിന്നെ പള്ളിയിലൊക്കെ എത്തിക്കാതിരിക്കാറുണ്ട് സ്ത്രീകള്. അപ്പൊ എല്ലാ ആളുകളും പിന്നെ നമസ്കരിക്കുന്നു, ആ, പിന്നെ പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതുന്നു. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അള്ളാഹ്ക്ക് സ്പെഷ്യൽ ആവുക? അങ്ങനെയുണ്ടല്ലോ, നമ്മളിലേക്ക് അവ ശ്രദ്ധിക്കാനില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികൾ ഇരിക്കുകയാണ്. ചിലപ്പോ അതിലൊരു കുട്ടിയെ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവണമല്ലോ. അപ്പൊ അതേപോലെ എന്തുകൊണ്ടാണ് എന്താണ് ഞാൻ അള്ളാഹിലേക്ക് എന്റെ ഒരു ഒരു ഉം, ഏഹ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എക്സ്ട്രാ ആയിട്ട് അള്ളാഹിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊരു സാധനം എന്റെ മനസ്സിൽ വരാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും ഈ റമദാനിന് വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ചും കൂടെ ഈ ഒരു ലെവലിൽ എനിക്ക് കൂടുതലാകാൻ കഴിയണം. വോളിയം കൂട്ടണോ? കേൾക്കുന്നില്ലേ? ഞാന് കുറച്ച് ബ്ലൂടൂത്ത് ആണ് യൂസ് കുറച്ച് ചെയ്യുന്നത്. കുറവുണ്ടോ? എനിക്ക് ഡൗട്ട് കുറച്ച് കൂട്ടണോന്ന്. ഇനി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഒരു ക്ലാരിറ്റി അതല്ലേ? കുറവുണ്ട് ഐഷത്ത, ക്ലാരിറ്റി കുറവുണ്ട്. അതെ അതെ എന്ത് ഇപ്പോഴോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. ഓക്കെയാണ്. ആ, ഇപ്പൊ ക്ലിയർ. ആ സോറി. നേരത്തെ പറഞ്ഞാൽ മതി, ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ ഒരു ആ എന്തോ ശരി. ഡൗട്ട് തോന്നി. ഇന്നലത്തെ ഒരു ക്ലിയർ കിട്ടണില്ലായിരുന്നു ഇന്ന്. ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, ഞാൻ സ്ഥലം മാറിയപ്പോ ഞാൻ വൈഫൈയും കിട്ടണില്ലേ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാല് നമ്മളിലെ ആ നമ്മളുടെ ഒരു ഊർജ്ജം ഉണ്ട്. ആ ഊർജത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളുടെ ഊർജ്ജം അനുസരിച്ചിട്ടാണ് വീടിന്റെ ഒരു എനർജി ഉണ്ടാവുക അല്ലെ. നമ്മൾ ഡിമ്മായ ഒക്കെ ഡിമ്മായി. നമ്മള് നമ്മൾ ഉണ്ടല്ലേ ഉണ്ടല്ലേ ബാങ്ക് കൊടുത്ത് ഞാൻ ഒന്ന് മ്യൂട്ട് ആക്കണ്ടേ.
ഓക്കെ. ഇവിടെ തന്നെയാണ് പള്ളി ഉള്ളത്. അപ്പൊ നല്ല ഉച്ചത്തിൽ പങ്ക് വെക്കും. അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ ശ്രദ്ധിക്കാതെക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് നമ്മളുടെ ഒരു ഊർജം അതാണ് യഥാർത്ഥത്തില് നമ്മളെ വീട്ടിലും കാണുന്നത് അല്ലെ. നമ്മള് ഡിമ്മായി കഴിഞ്ഞാല് വീടും അങ്ങനെയാവും. നമ്മൾ നല്ല സന്തോഷത്തിലാണെന്നുണ്ടെങ്കിൽ വീടും അങ്ങനെയാവും. ഒന്ന് ജസ്റ്റ് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, റമദാൻ മാസത്തില് എന്റെ വീട് എങ്ങനെയാണ് ഉണ്ടാകാറ് എന്നുള്ളത്. റമദാൻ മാസത്തില് പിന്നെ ഇനിയിപ്പോ ഭർത്താവിനോടാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാറില്ല. കുട്ടികളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാമാവും. കുട്ടികളെ അങ്ങനെ ചീത്ത അറിയാതാക്കി ഒന്നും ചെയ്യൂല അല്ലെ. ഒച്ചപ്പാട് ബഹളമൊന്നും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ. കുട്ടികളെ ചീത്ത അറിയാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നാലെ ഇതാക്കുക, അങ്ങനത്തെ എല്ലാ ഒരു ശബ്ദം നമ്മൾ കുറയ്ക്കും. നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കും നമ്മളെ സംസാരത്തെ അല്ലെ. അതാണ് യഥാർത്ഥത്തിൽ വീടിന്റെ മൊത്തത്തിലുള്ള റിസൾട്ടിന് കാരണം. നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും വീടിനകത്ത്. അപ്പോ നമ്മളുടെ അകത്തുള്ള ആ ഒരു സമാധാനം സന്തോഷമാണ് നമ്മുടെ വീട്ടിനകത്തേക്ക് സ്പ്രെഡ് ആവുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബഹളങ്ങൾ ഉണ്ടല്ലോ, കുട്ടികളോട് ചെയ്യുന്ന ഒച്ചപ്പാടുകള്, അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇത് പറയണം എന്ന് വിചാരിച്ചിരുന്നു, പിന്നെ ആ ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിത് പറയാതിരുന്നത്. എവിടെയും നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിന്നെ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് നല്ല സ്വഭാവം കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാ കാണിക്കുക അല്ലെ. അതൊരു ഭയങ്കര അവസരമാണ് നമുക്ക്. കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് നമുക്ക് നല്ല സ്വഭാവം കാണിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അടുത്ത് ചെയ്യണത് മുഴുവനും നമ്മള് ഡ്രാമയാണ്, വെറുതെ നാടകം കളിക്കുകയാണ് നമ്മള്. വേറെ ആളുകളെ കാണുമ്പോൾ നമ്മള് ആക്ട് ചെയ്യാണ്, അത് ഉള്ളിന്ന് വരുന്നതല്ല. അവരുടെ കൂടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 4-5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയും സ്വഭാവം മാറുന്ന അതിന്റെ അർത്ഥം. ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ, വയസ്സായ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കും, അവരോട് സംസാരിക്കും, ഭയങ്കരമായിരിക്കും. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നമ്മളെ മക്കളോടും അല്ലെങ്കിൽ വേറെ ആരൊക്കെയാണ് പിന്നെ ഫാമിലിയിലുള്ളത് അവരോടൊന്നും നമ്മൾ ഉണ്ടാവുക. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. റമദാൻ വരുന്നത് തന്നെ അത് ഖുർആനിന്റെ മാസമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കാനാണെന്ന് പറയാം അല്ലെ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളോട്, ഞാനടക്കമുള്ള ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ മുത്തഖിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അല്ലെ. എന്താ തഖ്വ, എന്താ മുത്തഖി? അപ്പോ തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, തഖ്വയുള്ളവനാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഓരോ വാക്കും ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് കേൾപ്പിക്കും ഒക്കെ നമുക്കറിയാം. അത് നടക്കുന്നത് പരലോകത്താണ്. എങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മളുടെ വാക്കുകളെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാക്കുകൾ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാനുണ്ടായിരിക്കും. വെട്ടണം, അത് ഞാനാ പറഞ്ഞത് അവിടെ ശരിയായില്ല എന്ന് പറഞ്ഞ് നമുക്ക് വെട്ടാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ ഇത് ക്ലിയർ ആയി കഴിയുമ്പോൾ, നമ്മളെ വാക്കുകൾ ക്ലിയർ ആയി കഴിയുമ്പോൾ, നമ്മളെ സംസാരങ്ങൾ ക്ലിയർ ആയി കഴിയുമ്പോൾ, നമ്മളെ പെരുമാറ്റങ്ങൾ ക്ലിയർ ആയി കഴിയുമ്പോൾ, ഇത് നമ്മളിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെ സംസാരിച്ചു, ഞാൻ ഇങ്ങനെ പെരുമാറി എന്നുള്ളത്. അതിലേക്ക് ബേസ് കിടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനകത്താ. അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം ക്ലിയർ ആവും. അതിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനെ നമുക്ക് പിന്നെ എന്താ പറയാ ഫേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയാ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഉണ്ടാവുന്ന ഒരു മുഖഭാവം ഉണ്ട് അല്ലെ, അവിടെ നമ്മൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ല, കുറച്ച് ഹാർഡാണ് അത്. അവിടെ നമുക്ക് ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നമുക്ക് തളം കെട്ടി നിൽക്കുന്ന ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് മുഖത്തേക്ക് അത് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ റമദാനിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റമദാൻ ഭയങ്കര ഇഷ്ടം. റമദാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നാറില്ലേ? തോന്നാറുണ്ട് എന്നാണ് പലപ്പോഴും പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. നമുക്ക് റമദാൻ അവസാനിക്കുന്നു കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരാറില്ലേ? അത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു ഇന്നർ പീസ് നമ്മളടുത്ത് നിന്ന് കൊണ്ടുപോകണ പോലെ തോന്നും നമുക്ക്. എന്തോ ഒരു സമാധാനം നമ്മളടുത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നത് പോലെ തോന്നും നമുക്ക് അല്ലേ? തോന്നാറുണ്ടോ? ഞാന് തോന്നാറുണ്ടോ? ആരെങ്കിലും പറയൂ. എന്തോ റമദാൻ അവസാനത്തിലേക്ക് പോകുമ്പോ
നമുക്ക് റമദാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല, ഒരു സങ്കടം വരാറില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ട്. അതെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനം ഉണ്ട്. അത് നമ്മളുടെ അടുത്ത് പോവുകയാണ്. അത് കഴിയുന്നതോട് കൂടി തന്നെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മളെ സംസാരമാണെങ്കിലും നമ്മളെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും ഒക്കെ വേറെ ലെവലിലേക്ക് പോകുന്നു. അപ്പൊ അത് ഒരു 30 ദിവസം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് 31ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇത് കടക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൂടാ? അത് മുറുകെ പിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു സക്സസ് ആയ ഒരു സാധനം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണം കേട്ടോ. നമ്മൾ മാക്സിമം എന്റെ ഉള്ളിൽ സന്തോഷമുണ്ട് എന്ന് ചിന്തിക്കുക. ഞാൻ ആ സന്തോഷത്തിലാണ് തന്നെ വിചാരിക്കുക. എന്റെ അകത്ത് ഇസ്ലാമാണ്. എന്റെ അകത്ത് ഇസ്ലാം ഉണ്ടെങ്കിൽ അവിടെ സമാധാനമാണ് ഉള്ളത്. ആ സമാധാനമാണ് എനിക്ക് മൊത്തമായിട്ടുള്ളത് എന്നുള്ള ഒരു ഫീല് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അത് ഉണ്ടാക്കുമ്പോൾ എന്തിനും നമുക്ക് എന്നിൽ ഇസ്ലാമാണുള്ളത്, എന്നിൽ സമാധാനമുള്ളത്, എന്നിൽ സന്തോഷമാണുള്ളത്. പിന്നെ ഇതിലെ ഞാൻ ബേജാറാവണം, ഞാൻ ഇതിലെ പ്രശ്നത്തിലാവുന്നത്. അവിടെ റസൂലുള്ളാഹി പറഞ്ഞതെന്ന് വെച്ചാല് എന്തും നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അത്ഭുതമാണെന്നാ പറയണത്. എന്തുകൊണ്ടാണ്? അവന്റെ ജീവിതത്തിൽ വരുന്ന ഒരു നന്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവൻ സന്തോഷിക്കും. അവനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനും അവൻ അൽഹംദുലില്ലാഹ് പറയും, അവിടെ അവൻ സന്തോഷിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരൊറ്റ ഹദീസ് മതി ഒരു മനുഷ്യന് ഇവിടെ അടിപൊളിയായിട്ട് ജീവിച്ചു പോവാൻ. ഒരൊറ്റ ഹദീസ് മതി. ഞാൻ കണ്ടിട്ട് ആ ഹദീസ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര, എനിക്ക് ഇപ്പോഴും അത് വായിച്ചതിന്റെ ഒരു രോമാഞ്ചം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ് വിശ്വാസി അത്ഭുതമാണെന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിക്കുക, അത്ഭുതം എന്ന് പറഞ്ഞുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? അവന് അത്ഭുതമാണ്. എന്താ അത്ഭുതാവാൻ കാരണം? ഇത് ഒരൊറ്റ സാധനം കൊണ്ടാ. അവന് അള്ളാഹ് കൊടുക്കുന്ന ഏത് സാധനവും അത് പിന്നെ അവന് പ്രയാസമുള്ളതാവട്ടെ, അവന് സന്തോഷമുള്ളതാകട്ടെ, അവൻ അതില് ഹംദ് പറഞ്ഞുകൊണ്ട്, അവനോട് അതിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് അവനോട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്കില് അവൻ അത്ഭുതമായി മാറും, വിശ്വാസി അത്ഭുതമായി മാറും. അപ്പൊ ആ അത്ഭുത ജീവിയാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പറയാറില്ലേ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എനിക്ക് നന്മ വരുന്നതും എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതും എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് എന്തോ ഹരം. ഇപ്പൊ നമുക്ക് വെറുതെ തന്നെ ചിന്തിച്ചാൽ അറിയാം. ഒരു 10-40 വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു 2-3 വർഷം മുമ്പ് എനിക്കുണ്ടാക്കിയ ഒരു പ്രശ്നം, എനിക്കുണ്ടാക്കിയ ഒരു സങ്കടം, അത് 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അള്ളാഹുവേ അത് അന്നത് ഉണ്ടായത് കൊണ്ട് നന്നായി, അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഇത് കിട്ടിയത്. പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട് സങ്കടപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? ആസ് എ മുസ്ലിം നമ്മൾ എന്താ ചിന്തിക്കുക? എനിക്ക് എന്തോ ഒരു നന്മ വരാനുണ്ട് ഇതിൽ നിന്ന്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ വിഷമം തോന്നൂല എന്നുള്ള. വെറുതെ അങ്ങനെ പറഞ്ഞു പോവാം, അതങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി. അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു പോകരുത്. അത് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അത്ഭുത ജീവിയായിട്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സാലിഹ, ടൈം ആയി കഴിഞ്ഞാൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോ ആയോ? സമയമായോ? ഒരു 15 മിനിറ്റ് മതി കേട്ടോ. എനിക്കൊരു 15 മിനിറ്റ് മതി. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ കുറച്ച് സമയം എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് നമ്മൾ ഇന്നലെയും പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ, ഇന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പിന്നെ ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് തന്നെ എങ്ങനെ നമുക്കൊരു മാറ്റം വരുത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫെമിനിറ്റിയുടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോ പല റമദാനിന്റെ പരിപാടികളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ നമുക്ക് പിന്നെ സ്പിരിച്വലി എങ്ങനെ ഒരു ചേഞ്ച് വരാം എന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ റമദാനിലേക്ക് എനിക്ക് ഈ റമദാൻ കഴിഞ്ഞാല് എന്താണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോണത് എന്നുള്ളൊരു സാധനം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതുമോ? ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. എന്താണ് ഇപ്പോ ഞാൻ അതിൽ ഇപ്പൊ ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അല്ലെ, 10-15 കാര്യങ്ങൾ പറഞ്ഞു. ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഞാൻ ഈ റമദാൻ കൊണ്ട് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്തു നമുക്ക് പറയാം. കാരണം ഒരു തടസ്സം നമ്മളുടെ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരു ഗുഹാമുഖം കല്ലുകൊണ്ട് അടയ്ക്കപ്പെട്ട സമയത്ത് മഗ്രിബ് ടൈം ഓക്കെ പുറത്താ തോന്നും അല്ലെ. അപ്പൊ അടഞ്ഞ സമയത്ത് അതിലുള്ള 3 ആളുകൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആത്മാർത്ഥമായിട്ട് ഓക്കെ നിങ്ങൾ എഴുതിക്കോ. നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പേപ്പറും കൊടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ എഴുതിയിട്ട് അത് നിങ്ങളെ മനസ്സിനകത്തും കൂടെ ഒന്ന് കോറി വെക്കി. ഇതാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു റമദാനിന് ശേഷം ഈ 30 ദിവസം വരുന്ന
നെക്സ്റ്റ് 2025 റമദാനിന് ശേഷം 30 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്റെ വ്യക്തിത്വത്തിനകത്ത് ഈ ഒരു പ്ലസ് പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യും എന്നുള്ളൊരു സാധനം നിങ്ങൾ വെക്കി. അതൊരു ഗോൾഡൻ സ്റ്റാർ ആയിട്ട് അടുത്ത നമുക്ക് കിട്ടുന്ന, നമ്മള് കളവ് പറയാറില്ല, നമ്മൾ സത്യം മാത്രം പറയുന്ന ആൾക്കാരാണ്. നമസ്കാരം 5 നമസ്കാരത്തിന്റെയും കൂടെ നമ്മൾ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ പ്ലസ് ചെയ്യാറുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ ദുഹ ആഡ് ചെയ്യാറുണ്ട്, അതുപോലെ എന്താ റവാത്തിബ് സുന്നത്തുകൾ ആഡ് ചെയ്യാറുണ്ട്, തഹജ്ജുദ് നമസ്കാരത്തിനകത്ത് ചിലപ്പോൾ 2 റക്അത്തും കൂടെ പ്ലസ് ചെയ്യാറുണ്ട്. അത് കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ എന്ത് ചേഞ്ച് വരുത്താനാണ് നമ്മൾ പോണത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് വെക്കുക. എന്നിട്ട് എഴുതിയോ എല്ലാവരും? എഴുതിയെങ്കിൽ നിങ്ങൾ ഒരു ഡൺ എന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഡി എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ ഇപ്പൊ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് എഴുതിയാലും മതി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനം. എഴുതിയോ? ഡൺ എന്നുള്ള ഒരു ഡി എഴുതിയാ മതി ട്ടോ. ഓക്കെ, എഴുതിന്ന് വിചാരിക്കുന്നു. എഴുതിയാ? മനസ്സിലാവണില്ല എനിക്ക്. നമ്മൾ 39 പേരുണ്ട്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഒരു വാഗ്ദാനം പോലെ തന്നെ ആവണം. അത് നമ്മൾ മാക്സിമം അത് നമ്മൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ആ ഗോള് നമ്മൾ ഇൻഷാല്ല അച്ചീവ് ചെയ്ത് അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കുക ഇൻഷാല്ല. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല ആളുകളും ചിലപ്പോൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ തന്നെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും നമ്മൾ അല്ലെ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇതാണ്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ചിന്തകളിലാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, അല്ലെങ്കിൽ അതൊന്ന് വെട്ടിയിടുക, കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഒരു നല്ല മനസ്സിന്റെ ഒരു ഉടമയായിട്ട് നമുക്ക് മാറാൻ പറ്റും. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയല്ലോ, എന്തിനാ അത് ചെയ്യണത്, അത് ചെയ്ത പൊളിഞ്ഞു പോകൂലേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഇതാക്കി ആയിപ്പോയതല്ലേ, നീ എന്തിനാ അത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് വരുന്നതാണ്. അങ്ങനെ ഇല്ലാതെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പലപ്പോഴും നമ്മൾ മക്കളോട് അങ്ങനെ ചെയ്യല്ലേ, ആക്കല്ലേ, അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇപ്പൊ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് ഒരാൾ പറഞ്ഞു. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മളെ അകത്തുണ്ട് ഒരു സമാധാനം. ആ സമാധാനത്തിനെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുക. ആ സമാധാനത്തിനെ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അനുഭവപ്പെടും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അള്ളാഹുവിനോട് ഹംദ് പറയാണ്. എന്റെ താഴെയുള്ള അല്ലെ, ഞാൻ ഈ അനുഭവിക്കുന്നത് പല ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ വിഷയത്തിലും ഞാൻ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ അകത്ത് വല്ലാത്തൊരു സമാധാനം നമുക്ക് കിട്ടും. അതന്നെയാണ് സമാധാനം. എന്താണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുള്ള കാര്യത്തില് അവനെന്തായിരിക്കും, അള്ളാഹുവിനെ സൂചിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈവൻ നമ്മള് പ്രകൃതിയെ കാണുമ്പോ എന്താ അള്ളാഹ് പറഞ്ഞത്, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അങ്ങനെ പറയാനാ നമ്മൾ പറഞ്ഞത്. അള്ളാഹ് ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഒരു സാധനം, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ, അത് എത്ര രസത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അത് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം വരേക്കും നടന്നു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചോനെ എനിക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമാക്കി തന്ന അള്ളാഹിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര സന്തോഷവും സമാധാനം തരും. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇല്ല എന്നുള്ളതും നമ്മളുടെ ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഒരു 40കളിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഈ ആൻസൈറ്റി പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുക. ഒരു പേടി വരും, ഒരു തരം വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസുകൾ നമ്മളിലേക്ക് വരും. അവിടെ ഒന്നും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി സംസാരിച്ച് തിരിച്ചു വരിക, ഇതൊക്കെ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ മക്കളോ ഭർത്താവോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ തന്നെ മാറുക, അതിന്റെ ഏറ്റവും നല്ല മാർഗമാണ് ഈ സാധനം. ഓക്കെ, അപ്പോ ഞാന്
വിടവാങ്ങുകയാണ്. ഇൻഷാല്ല ഇന്നലെയും ഇന്നും ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാനുണ്ട് നിങ്ങളെ കൂടെ തന്നെ. ഞാൻ ആഗ്രഹിച്ചത് എന്താന്ന് വെച്ചാൽ 30 ദിവസവും നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് റമദാൻ അല്ലാത്ത മറ്റ് ഏതെങ്കിലും 30 ദിവസത്തെ ഇതേപോലെ ഓരോ ദിവസവും നമുക്ക് എന്താ പറയാ പ്രാക്ടിക്കൽ സൈഡിൽ ഈ സാധനം പരീക്ഷിച്ച് നമ്മൾ ചെയ്ത് നമ്മൾക്ക് മാറണം എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതായിരുന്നു റമദാന്റെ പിന്നെ മുമ്പുള്ള മാസത്തില് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും തൊണ്ടയ്ക്കൊക്കെ സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നടത്താൻ പറ്റാതിരുന്നത്. ഏതായിരുന്നാലും ഇൻഷാല്ല പിന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ജസാഖല്ലാഹു ഖൈർ. അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സ്വാലിഹിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഐഷത, ഒരു 2 മിനിറ്റ് കൂടെ, അതായത് ഐഷത്തയുടെ ഒരു ആദ്യത്തെ ഒരു റമദാൻ അനുഭവം ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് കേട്ടാ നല്ലതായിരുന്നു. ഞാനത് പറയണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങോട്ട് വാക്കുകളെങ്കിലും ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ? എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഇങ്ങോട്ട് പറഞ്ഞു തരും എല്ലാരും. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ല. അത് പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അതെ, ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രീതി, ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് പട്ട് ഇതിനകത്ത് ഇങ്ങനെ എടുത്തു വെച്ച അത്രയും സൗന്ദര്യമുള്ള ജീവിതത്തിന്റെ ഒരു ശകലമാണത്. അൽഹംദുലില്ലാഹ്. അത് പറയും തോറും അത്രയും എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെന്ന് പറഞ്ഞാല് റമദാനിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അന്ന് ഞാൻ റമദാനിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കലണ്ടർ എടുക്കുക ചെയ്യുക. കലണ്ടർ എടുത്തിട്ട് ഏതൊക്കെ ദിവസമാണ് ക്ലാസ് ഇല്ലാത്തത് നോക്കും. ക്ലാസ് ഇല്ലാത്ത 4-5 ദിവസങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. കാരണം ആ ദിവസങ്ങളിലെ ചോദിക്കാൻ പറ്റുള്ളൂ വീട്ടില്. കാരണം പിന്നെ സമ്മതിക്കൂല, ക്ലാസ്സുള്ള ദിവസം നോമ്പ് മാറ്റാല് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിന്നെ നോമ്പ് നോറ്റ ദിവസം എന്ന് പറയുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വിശന്നെല്ലാം കൂടെ വയ്യാണ്ടായി പ്രയാസാവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും പെർമിഷൻ കിട്ടിക്കൊണ്ട് ഞാൻ ആദ്യത്തെ നോമ്പ് നോറ്റു. അത് അപ്പോഴൊന്നും ഞാൻ ഇസ്ലാമായിട്ടില്ല. പിന്നെ നമസ്കാരം പോലും കറക്റ്റ് അല്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നോമ്പാണ്. അത് ചെയ്തു എന്നുള്ളൊരിതാണ്. അപ്പോ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്ന ആള് പറഞ്ഞു 5 നേരം നമസ്കരിക്കണം എന്ന്. 5 നേരം നമസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമസ്കാരമൊന്നും അവരെ കയ്യിലില്ല, അവർക്ക് അറിയില്ല. പക്ഷെ നോമ്പ് നോറ്റ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സുബൈക്ക് അത്താഴം കഴിക്കും. അതിനുശേഷം പിന്നെ നമസ്കരിച്ചു. എങ്ങനെയൊക്കെയോ നമസ്കരിച്ചു, എനിക്കറിയില്ല. ളുഹറും അസറും മഗ്‌രിബും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. അസറും നമസ്കരിച്ചു. പക്ഷെ മഗ്‌രിബ് നമസ്കരിക്കാൻ എനിക്ക് യാതൊരുവിധ പിന്നെ വഴിയുമില്ല. അങ്ങനെ നോമ്പ് പിന്നെ തുറന്നു. നോമ്പ് തുറന്നപ്പോ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സന്തോഷം. കാരണം ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ നോമ്പ് ഫുള്ളാക്കിയല്ലോ. അങ്ങനെ എന്റെ അടുത്ത് ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാനും ജ്യൂസ് കുടിക്കാനും ഒക്കെ പറയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ ഭയങ്കര ബേജാറ്, ഭയങ്കര ടെൻഷൻ. കാരണം മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നോമ്പ് നോറ്റ് നിന്നത് വെറുതെ ആവും. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയണില്ല. മഗ്‌രിബ് ഇശായും കൂടി എനിക്ക് ഒരുമിച്ചാണ് നിസ്കരിച്ചത്. ഞാൻ എല്ലാ വക്തും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, ജമ്മാക്കിയിട്ടേ നിസ്കരിച്ചത്. അപ്പൊ ഞാനിങ്ങനെ നിക്കുക. ഞാന് റൂമിലേക്ക് പോകുമ്പോ ചേച്ചി പിന്നാലെ വരുന്നു, അടുക്കളയ്ക്ക് വരുമ്പോ അമ്മ ഉണ്ട് അവിടെ. അങ്ങനെ ആകെ എവിടെയും ഇരിക്കാനും നിൽക്കാനും എനിക്ക് വയ്ക്കുന്നില്ല. എനിക്കാണെങ്കിൽ മഗ്‌രിബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്ത് അടുക്കളയിൽ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ വിചാരിച്ചു എനിക്ക് എന്തോ വയ്യാണ്ടായിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നുമില്ല, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോ, നമ്മളെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഇനി തലയിൽ തട്ടൊന്നുമില്ല, തലയിൽ തട്ടില്ല, കൈ ചെറിയൊരു ഷോർട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പടച്ചോനെ എനിക്ക് നിസ്കരിക്കണം, എന്റെ നിസ്കാരത്തിന്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ കെട്ടി. തക്ബീർ കെട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്ഷൻ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ടായിരുന്നു തക്ബീർ കെട്ടിയത്. ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ കെട്ടി. എന്നിട്ട് കെട്ടുന്നത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇങ്ങനെ ഇരിക്കുക. നമ്മളിങ്ങനെ ഉമ്മറപ്പടിയിലൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇരിക്കില്ലേ, ഇങ്ങനെ കാല് വെച്ചിട്ട് എന്റെ കാലിന്റെ മുകളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹു അക്ബർ, കണ്ണടച്ചുകൊണ്ട് ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു.
എന്നിട്ട് എനിക്ക് ഫാത്തിഹ അറിയായിരുന്നു അന്ന്. ഞാൻ മനസ്സിൽ ഫാത്തിഹ ചൊല്ലി. എന്നിട്ട് ഞാൻ റുക്കൂ ചെയ്തു. മനസ്സുകൊണ്ട് ഞാൻ റുക്കൂ ചെയ്തു. മനസ്സുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്തു. എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ വെള്ളം ഇങ്ങനെ ഒലിക്കുകയായിരുന്നു. എന്താ പറയാ, കുടുകൂടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തോരാതെ വെള്ളം ഇങ്ങനെ ഒഴുകുകയായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ റുക്കുവോ സുജൂദോ ഒന്നും ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എല്ലാവരും എന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ഭയങ്കര എവിടെയോ ഇങ്ങനെ നിൽക്കണ പോലെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. കാരണം ഞാൻ കണ്ണടച്ചിട്ടായിരുന്നു നിസ്കരിച്ചത്. കാരണം ആരെങ്കിലും എന്റെ അടുത്ത് വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ കണ്ണടച്ചുകൊണ്ട് നമസ്കരിച്ചു. എനിക്ക് പാടുവോ പാടില്ലേ, എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ അന്ന് ആ നമസ്കരിച്ച നമസ്കാരം പിന്നെ എനിക്ക് അങ്ങനെ ഒരു നമസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ അള്ളായിട്ട് അത്രയും അടുത്ത് നിന്നുകൊണ്ട് പിന്നെ എന്താ ഹൃദയത്തിൽ തട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ആ നമസ്കാരം. അതൊരു വല്ലാത്ത ഫീലായിരുന്നു. ഇപ്പോഴും പറയുമ്പോ ശരിക്കും പറഞ്ഞാല് എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. കാരണം എത്രയോ പേര് ഇന്നും പല അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇസ്ലാമിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് നമസ്കരിക്കാൻ കഴിയാതെ, നോമ്പ് നോക്കാൻ കഴിയാതെ. ഞാൻ തന്നെ അത്തരത്തിലുള്ള മറ്റുള്ള ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്നോട് ഒരു കുട്ടി ഇതേപോലെ ഇസ്ലാമിനോട് താല്പര്യമുള്ള ഒരു കുട്ടി പറയുണ്ടായിരുന്നു, എനിക്ക് റമദാൻ ആയി കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഹോസ്റ്റലിൽ നിന്ന് ബുദ്ധിമുട്ടാണ്, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്രയോ ആളുകളുണ്ട് നമസ്കരിക്കാൻ കഴിയാതെ, നമസ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, റമദാനിലെ ആഗ്രഹിച്ചുകൊണ്ട് പക്ഷെ നോമ്പ് നോക്കാൻ കഴിയാതെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ വലിയ അനുഗ്രഹത്തിലാണ്. അപ്പോ ആ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും പിന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. ഓരോ നമസ്കാരവും നമസ്കരിക്കാൻ കഴിയാത്ത ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അൽഹംദുലില്ലാ. സാലിഹ, ഇതാണ് എന്റെ ഒരു റമദാൻ ഓർമ്മ എന്ന് പറയുന്നത്. ജസാക്കില്ലാ ഖൈർ. എല്ലാരെയും വേറൊരു വൈബിലോട്ട് എത്തിച്ചല്ലോ ഇപ്പോഴത്തെ ലാംഗ്വേജ് പറഞ്ഞാല്. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ കിട്ടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പോ ആയിഷാത്തേന്റെ അനുഭവങ്ങള് പിന്നെ എനിക്ക് അങ്ങോട്ട് എന്തൊക്കെയോ പറയാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോ നമുക്ക് റംലാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ. റംലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. റംലാൻ എന്ന് പറഞ്ഞാല് ഖുറാന്റെ മാസാണ്. റംലാൻ എന്ന് പറഞ്ഞാല് നോമ്പാണ് അല്ലെ. നോമ്പ്, ഖുറാൻ, തറാവി, ലൈലത്തുൽ ഖദർ, ഇത്തിക്കാഫ്, ക്ഷമ, സദക്ക, സക്കാത്ത്, അങ്ങനെ അതിന്റെ ഒക്കെ മാസാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നോമ്പിന്റെ ആ ഒരു രീതി, അല്ലെങ്കിൽ തന്നെ എന്താ ഈ വ്രതങ്ങളും ഉപവാസങ്ങളും ഒക്കെ എടുത്തൊരു ശീലം ഉണ്ടായിരുന്നു മുസ്ലിം ആവുന്നതിന് മുന്നേ തന്നെ. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വ്രതം, ഉപവാസം, അതായത് ദൈവത്തിന് വേണ്ടി നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി വ്രതം എടുക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്നത്. പക്ഷെ ആ ഉപേക്ഷിക്കലൊക്കെ ചെയ്യുമ്പോ, അതിലെ ഉപേക്ഷിക്കൽ എന്ന് പറയുമ്പോ ഇപ്പോ എന്താ, ഒന്നുകിൽ രാവിലെ തൊട്ട് ഉച്ചവരെ കഴിക്കാതെ ഇരിക്കും, അതല്ലെങ്കിൽ നോൺ വെജ് ഒഴിവാക്കും. ആ ഒരു തലത്തിലായിരുന്നു അത് നിന്നിരുന്നത്. അപ്പൊ നമ്മള് അതൊക്കെ ചെയ്യുമ്പോഴ് എന്താ പറയാ, അത് ഈ വ്രതത്തിന്റെ ഒരു അനുഷ്ഠാനാണ് അത് ഒഴിവാക്കേണ്ടത് എന്നൊരു മനസ്സാണ്, എന്നൊരു തോന്നലിലാണ് അത് ചെയ്യുന്നത്. അതായത് ഈ വ്രതത്തിന്റെ ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത് വേണ്ടാന്ന് വെക്കുന്നത്. അതിലപ്പുറം എന്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിനെനിക്ക് ദൈവത്തിന്റെ അടുത്തുനിന്ന് ആ സ്നേഹം കിട്ടും, അതിന് ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറം ഒരു പ്രതിഫലം കിട്ടും എന്നൊക്കെ അനുഭവിച്ചറിയുന്നത് ശരിക്കും ഇസ്ലാമിൽ വന്നിട്ടാണ്. അപ്പോ ഇസ്ലാമിൽ വന്നിട്ട് ഇപ്പം ഞാൻ റംലാൻ തുടങ്ങുന്നതിന് മുന്നേക്ക് സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോഴ് ഈ നോമ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഭാരപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയില്ല എന്നല്ല, തോന്നിയിട്ടില്ല. പക്ഷെ അപ്പോഴത്തെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ശരിക്കും അവിടെയാണ് നമുക്ക്
എന്താ പറയാ, ദൈവത്തിന് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടിക്കാതെ ഇരിക്കുന്നത്, ഞാൻ ഈ കഴിക്കാതെ ഇരിക്കുന്നത്, ഞാൻ അത് ചെയ്യുന്നത്, ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊരു തോന്നലോട് കൂടി നമ്മളത് ചെയ്യുമ്പോ അതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം, അത് ശരിക്കും അനുഭവിച്ചറിയുമ്പോഴുള്ള ഒരു സന്തോഷം, അത് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അതിന്റെയൊക്കെ ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ആദ്യത്തെ റമളാനൊക്കെ വരുന്നത്. അപ്പോ പക്ഷേ രാവിലെ ആ ഒരു സുഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്ത് എണീക്കുമ്പോഴൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷം, എന്താ പറയാ, അതങ്ങോട്ട് ആ ഒരു സുബഹി കഴിയുന്നതും വരെ ഫജർ അതിന്റെ ഒരു ലാസ്റ്റ് വരെയുള്ള ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷാണ് ആ ഒരു സമയത്ത് മനസ്സില്. എന്നിട്ട് കുറച്ച് അത് കഴിഞ്ഞ് ഒന്ന് ഒരു പകലൊക്കെ ആവുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ തോന്നല് വരും, അല്ല ഞാൻ എന്താ ഇങ്ങനെ സന്തോഷിക്കുന്നത്, ഇനി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ നിക്കല്ലേ പർവ്വതം പോലെ. അപ്പോഴ് എന്താ ഇങ്ങനെ ഞാൻ അതുപോലെ നോമ്പുതുറയുടെ ഒരു സമയമാകുമ്പോ തോന്നുന്ന ഒരു സന്തോഷം. അപ്പോഴൊക്കെ ഇങ്ങനെ സന്തോഷിക്കാൻ ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോ ഭൗതികമായ കാരണങ്ങളൊന്നുമില്ല. അതിനൊക്കെ സങ്കടപ്പെടാനുള്ള കാരണങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയത്തൊക്കെ മനസ്സിൽ തോന്നുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, അതാണ് ശരിക്കും പറഞ്ഞാൽ അള്ളാഹ് നമുക്ക് നൽകുന്ന ഒരു സന്തോഷം, അള്ളാന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു സമാധാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും അതാണ് നമുക്ക്. അതുപോലെ തന്നെ ഈവൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പിറ കണ്ട് പെരുന്നാളാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴുള്ള അതുപോലെ ആ ഒരു തക്ബീർ, പള്ളിയിലേക്ക് ആ ഒരു ഈദ്ഗാഹിലേക്ക് പോകുമ്പോഴുള്ള ഒരു തക്ബീറൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ അലതല്ലാണ് മനസ്സില്. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഭൗതികമായിട്ട് അങ്ങനെ സന്തോഷിക്കാനുള്ള യാതൊരു സാഹചര്യം ഇല്ല. എന്താ പറയാ, ഭയങ്കര കാര്യായിട്ട് എന്താ പെരുന്നാൾ ആഘോഷിക്കാനും ചുറ്റിനും ഒരുപാട് പേര് വരാനും ഒരുപാടിടത്തേക്ക് പോവാനും അങ്ങനത്തെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ആ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ആ ഒരു എന്താ പറയാ അലതല്ലുന്ന ആ ഒരു ഉത്സവത്തിന്റെ ആ ഒരു കാര്യം നമുക്കറിയാം. നമ്മളതൊക്കെ കഴിഞ്ഞു വന്നതാണല്ലേ. ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഓണം എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാലോ എല്ലാ രീതിയിലുള്ള എന്താ ആഘോഷങ്ങളുടെ ഒരു അതിർവരമ്പുകളില്ലാത്തൊരു ആഘോഷവും ആസ്വാദനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ പ്രശ്നങ്ങളുടെ തീച്ചൂളയിന്മേല് നമ്മള് ഒന്നുമില്ലാണ്ട് ഇതില് ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അതില് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, അതില് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സമാധാനം, ഈ ഒരു പ്രത്യേകിച്ച് അവസാന 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളില് ഒക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം അതിനൊന്നും പകരം വെക്കാൻ എന്താ പറയാ, അതിന്റെ ഒന്നും ഒരു 0.1 പോലും ഒരു പരിസരത്ത് എത്താനായിട്ട് അത്തരത്തിലുള്ള അതിർവരമ്പുകളില്ലാത്ത ആഘോഷങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഐഷാത്ത് ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഞാൻ ശരിക്കും ഷഹാദത്തൊക്കെ ചൊല്ലി എനിക്കത് ഒരു പരിധിവരെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടാണ് എന്നിലേക്ക് റമദാനൊക്കെ വരുന്നത്. പക്ഷെ എന്നാ ഒരുപാട് സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഐഷാത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമസ്കരിക്കാനായിട്ട് അവര് പ്രയാസപ്പെടുന്നത്, നോമ്പ് പിടിക്കാനായിട്ട് പ്രയാസപ്പെടുന്നത്. ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, രാത്രി വീട്ടിലറിയില്ല ഇങ്ങനെ നോമ്പെടുക്കുന്ന കാര്യങ്ങളൊന്നും വീട്ടിലറിയില്ല. അപ്പൊ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ രാവിലെ വെളുപ്പിനെ എല്ലാരും ഉണരുന്നതിന് മുന്നേ അത്താഴത്തിന്റെ സമയമാകുമ്പോ ഉണർന്ന് വീട്ടിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആരും കാണാതെ വേഗം അതെടുത്ത് കഴിച്ച് വെള്ളം കുടിക്കും. ചില ദിവസം വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആരോടും ചോദിക്കാനോ പറയാനോ തയ്യാറാക്കി തരാനോ ഒന്നും ആരും ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലും അവിടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും, അതില്ലെങ്കിൽ വെള്ളം കുടിക്കും. എന്നിട്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പെടുന്ന പണികള് വരുത്തി തീർക്കും, ആരും കാണാതെയും ഒക്കെ ഓടുന്ന ഓട്ടം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോ ആ ഒരു നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ അവരറിയുന്നില്ലല്ലോ അവർക്ക് നോമ്പാണെന്നുള്ളത്. അപ്പൊ വീട്ടിലുള്ളത് എന്താണോ
അത് വേഗം കഴിച്ചു തീർക്കുന്നതും നോമ്പുതുറയുടെ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കാനോ അതിന് കാത്തിരിക്കാനോ ഒന്നും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ എന്താണോ ഉള്ളത് അത് കഴിച്ച് നോമ്പ് തുറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങള്. അതുപോലെ ഈ പറഞ്ഞ പോലെ നമസ്കാരം ഐഷത്ത് സൂചിപ്പിച്ചല്ലോ. ഇതുപോലെ പുതപ്പിനടിയിൽ ആരും കാണാതെ പുതപ്പിനടിയിൽ കിടന്ന് നമസ്കരിക്കേണ്ടി വന്ന, ഖലായി പോവാതെ നമസ്കരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളും അങ്ങനെ ഒരുപാട് അനുഭവങ്ങള് ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പോ ഇപ്പോ നമ്മളൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് വലിയ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ, അല്ലെ? അതൊക്കെ കേൾക്കുമ്പോ അൽഹംദുലില്ലാ. ഇപ്പോഴാണെങ്കിൽ പോലും ശരിക്കും ഐഷത്ത് പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിലേക്ക് ആ ഒരു അല്ല ഇട്ട് തരുന്ന ആ ഒരു സമാധാനം അത് വരുമ്പോ റമളാനിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, അല്ലെ? സമാധാനം. നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ റമളാനിലും നമുക്ക് വന്നേക്കാം. അപ്പോഴും നമ്മൾ പറയില്ലേ, റമളാൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ ക്ഷമിക്കാൻ സാധിക്കുന്നത്, റമളാൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്, അല്ലെ? അതൊക്കെ ശരിക്കും നമ്മള് എനിക്ക് അല്ലാഹുവിൽ സമാധാനം കണ്ടെത്തണം, ആ ഒരു സ്നേഹത്തോടു കൂടി അത് അത്രമാത്രം ആഗ്രഹിച്ച് അതിനുവേണ്ടി അത്രമാത്രം പരിശ്രമങ്ങൾ നടത്തി അതിലേക്ക് വരുന്നത് കൊണ്ട് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാനമാണത്, അല്ലെ? അപ്പോ അത് നിലനിർത്തി തരാനായിട്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം. നമ്മളുടെ കഴിവിന്റെ പരമാവധി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം. എനിക്ക് ഇപ്പൊ അവസാന 10 നമുക്കറിയാം വല്ലാത്തൊരു അനുഭവമാണ് അതല്ലേ. ഞാൻ മാക്സിമം അത് പള്ളിയിൽ പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. കാര്യം ശരിക്കും പറഞ്ഞാൽ അവസാന 10 പള്ളിയിൽ പോവാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ജിഹാദായിരിക്കും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കി റെഡിയാക്കി എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തിയാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഭയങ്കര ഒരു ചലഞ്ച് ആയിരിക്കും നമുക്ക് അങ്ങനെ ഒന്ന് ഇരിക്കാനും ഒന്നും ആ ഒരു വിഭാഗത്തിനായിട്ട് മാറിയിരിക്കാനും അതിനായിട്ടൊന്ന് മാറിപ്പോവാനും ഒക്കെ. എനിക്ക് ചെറിയ മക്കളാണുള്ളത്. അപ്പോ എന്നാലും അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴുള്ള ഒരു സമാധാനത്തെ ഓർക്കുമ്പോ ആ ഒരു സന്തോഷത്തെ ഓർക്കുമ്പോ അതൊന്നും നമുക്കൊരു തടസ്സമല്ല. അപ്പൊ അതിനുവേണ്ടി ഈ ചെറിയ മക്കളെയൊക്കെ ഒരുക്കി റെഡിയാക്കുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയും ഒക്കെ വരാം. പക്ഷെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് പോകാനാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം പോണോ വേണ്ടേ, എന്നാ മാറ്റി വെക്കാം, അങ്ങനെ പല തോട്ട് വരും. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നമുക്ക് അങ്ങനെ ഒന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. കാര്യം നമുക്കറിയാം അവിടെ ചെന്ന് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അള്ളാനെ മാത്രം ഓർത്ത് അള്ളാനെ മാത്രം മനസ്സിൽ ഉൾക്കൊണ്ട് അള്ളാന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് സമയങ്ങൾ ചെലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം അതിങ്ങനെ മുന്നിലുണ്ടാവും, അല്ലെ? നമുക്കൊക്കെ അത് അനുഭവിച്ചറിയാൻ സാധിച്ചവരായിരിക്കും. അപ്പം അത് പ്രതീക്ഷിച്ച് അവിടെ ചെല്ലുന്നതും അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും മക്കളെ അല്ല എളുപ്പാക്കി തരുന്നതും ബാക്കി സാഹചര്യങ്ങൾ അല്ല എളുപ്പാക്കി തരുന്നതും ഒക്കെ. അതൊക്കെ എന്താ പറയാ, ഒരു വല്ലാത്ത അനുഭവമാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനിയും ദിവസങ്ങളുണ്ട്. കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാം. നമ്മുടെ ടീം റംലാന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതില്. അപ്പൊ ഇപ്പോ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോ ഇനി നമുക്ക് ചെറിയൊരു ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അത് ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും ആരും എടുക്കണ്ട, വിന്നറെ സെലക്ട് ചെയ്യാനോ ഒന്നുമല്ല. റമളാനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാനായിട്ട് ഫൗസിയാണുള്ളത് ക്വിസ് നടത്താനായിട്ട്. കഴിഞ്ഞ നമ്മുടെ തദബ്ബുർ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ഫൗസിയ മുഹമ്മദ് ആളിന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. ഫൗസിയ. ഓക്കെ സാലിഹ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒന്ന് വീഡിയോ ഓൺ ആക്കി ഒന്ന് ജോയിൻ ചെയ്യോ? ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ക്വിസ്? ഇവിടെ കുറച്ച് റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടാല് ഒരു ഇത് വരും. ബുദ്ധിമുട്ടില്ലല്ലോ? കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തോ. റെഡി അല്ലേ എല്ലാരും ഒന്ന് തംസ് അപ്പ് ചെയ്യോ? റെഡി ആണെങ്കിൽ ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. പക്ഷെ ആൻസർ എല്ലാരും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അറിയാവുന്നവര് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. റെഡി അല്ലേ എല്ലാരും? ഒന്ന് തംസ് അപ്പ് തരുമോ? സാലിഹ, പിന്നെ അവര് ആൻസർ എഴുതിക്കോട്ടെ. എന്നിട്ട് പിന്നെ 10 15 അപ്പൊ എത്രയാന്ന് വെച്ചാൽ അവര് ടിക്കറ്റ് പോയിട്ട് ലാസ്റ്റ് എത്ര പിന്നെ മാർക്ക് കിട്ടിയ ആളുകൾ ആരാണ് ഇന്നലെ ആക്കിയാലോ?
ഫുൾ കിട്ടിയ ആളുകൾ ആരാണ്? അവരൊന്ന് പറയണ പോലെ. ആ ഓക്കെ 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 എന്തായാലും മതി. സൗജന്യ മാം എന്ത് ചെയ്യാ? ആൻസർ പറയും. പറയൂ എങ്ങനെയാന്ന്. അവസാനം നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൻസർ ശരിയായവര് അൺമ്യൂട്ട് ചെയ്ത് പറയാ അല്ലേ? അതെ. ഓക്കെ ഓക്കെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് സമയത്ത് എല്ലാവരും പെണ്ണ് താഴെ വെക്കണം. എന്നിട്ട് ആൻസർ പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുക? അവരുടെ പുസ്തകത്തിനകത്ത് അവർ ടിക്ക് വെക്കണം. ഓക്കെ 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 അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പോകാം. ഓക്കെ 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 അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഇൻഷാല്ലാ തുടങ്ങട്ടെ. അതെ അതെ തുടങ്ങിക്കോ. ഓക്കെ അപ്പൊ എല്ലാരും റെഡി ആയിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മള് വളരെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടിട്ടുള്ളൂ. നമ്മള് ഒരു കോമ്പറ്റീഷൻ ആയിട്ടല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും നമുക്കും കൂടി ഒരു അറിവ് പങ്കിടാനും മനസ്സിലാക്കാനും ഇതിന്റെ കുറച്ച് പ്രാധാന്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വിസ് ഉദ്ദേശിക്കുന്നത്. ഒരു ആരുടെയോ ഫോൺ ഓണാന്ന് തോന്നുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്യുന്നതും ശ്രദ്ധിക്കോ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് നോമ്പ് നോക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നോമ്പ് നോക്കുന്നത്? കഴിഞ്ഞെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് ഇട്ടാലേ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. കുറെ റീസൺസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാം കേട്ടോ. അതിന് വ്യക്തമായിട്ടൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമ്മൾ ശരി ഉത്തരമായിട്ട് പരിഗണിക്കുന്നത്. കുറച്ച് പേര് ചാറ്റ് ബോക്സ് എങ്ങനെ ടൈം കഴിഞ്ഞാല് ഫൗസിയെ പറഞ്ഞാ മതി. എന്തെങ്കിലും എടുത്തിട്ട് 10 സെക്കൻഡ്സ് ആണ് ടൈം കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. റമദാൻ എന്നൊരു പദം ഉണ്ടല്ലോ, റമളാൻ, അറബിയിലുള്ള ഒരു പദമാണ് റമളാൻ. അതിന്റെ വാക്കർത്ഥം എന്താണ്? റമളാൻ എന്ന വേർഡിന്റെ വാക്കർത്ഥം എന്താണ്? റമളാൻ എന്ന പദത്തിന്റെ വാക്കർത്ഥം എന്താണ്? രണ്ടാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇതിൽ കുറച്ച് പേര് ആൻസർ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലി നോട്ടിൽ എഴുതിയാൽ മതി. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡി അല്ലേ? റമളാനിന്റെ ആദ്യ രാത്രിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെ? റമളാനിന്റെ ആദ്യ രാത്രിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെ? ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചോദ്യം. അതായത് റമളാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഹദീസിൽ. അപ്പൊ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ്. റമളാനിന്റെ ആദ്യ രാത്രിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെ? നാലാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ റമദാനിലാണ് അവതരിച്ചത് എന്ന് ഏത് സൂറത്തിലാണ് പറയുന്നത്? ചോദ്യം ആവർത്തിക്കാം. വിശുദ്ധ ഖുർആൻ റമദാനിലാണ് അവതരിച്ചത് എന്ന് ഏത് സൂറത്തിലാണ് പറയുന്നത്? നിങ്ങൾ ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബുക്കിലോ പേപ്പറിലോ എഴുതിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂട്ടി നോക്കാം ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഖുർആൻ റമളാനിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്ന സൂറത്ത് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അടുത്ത ചോദ്യം, യൗമുൽ ഫുർഖാൻ എന്ന ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം.
യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം? ഏഴാമത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമളാൻ കാലം നോമ്പനുഷ്ഠിച്ചു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമളാൻ കാലം നോമ്പനുഷ്ഠിച്ചു? ഏഴാമത്തെ ചോദ്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര റമളാൻ കാലം നോമ്പനുഷ്ഠിച്ചു? അതായത് നോമ്പ് എന്താ പറയാ, നോമ്പ് നിർബന്ധമാക്കിയ ശേഷം എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചത്? എട്ടാമത്തെ ചോദ്യം, തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം? തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം. എട്ടാമത്തെ ചോദ്യം, തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം. ഒമ്പതാമത്തെ ചോദ്യം, ആർക്കൊക്കെയാണ് ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹം ലഭിക്കാത്ത കൂട്ടർ? ഒരു 3 കൂട്ടരെയാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ആ 3 കൂട്ടർ ആരൊക്കെയാണ്? അതായത് നിർഭാഗ്യവന്മാരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആ 3 കൂട്ടർക്ക് ലൈലത്തുൽ ഖദർ, അതായത് 1000 വർഷം പുണ്യം ചെയ്താലും കിട്ടാത്ത ആ ഒരു പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന 3 കൂട്ടരുടെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആരാണ് ആ 3 കൂട്ടർ? മൂന്ന് കൂട്ടരുണ്ട്. അത് ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹം ലഭിക്കാത്ത 3 കൂട്ടർ. ഈ 10ാമത്തെ ചോദ്യം, ഹിജറ കലണ്ടറിൽ എത്രാമത്തെ മാസമാണ് റമളാൻ? ഹിജറ കലണ്ടറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മളിപ്പോ മുസ്ലിംസ് ഫോളോ ചെയ്യുന്ന ഹിജറയുടെ കലണ്ടർ ഉണ്ടല്ലോ, അതിലെ എത്രാമത്തെ മാസമാണ് റമളാൻ? അടുത്ത ചോദ്യം, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്നാണല്ലോ നമ്മൾ സൂറത്തുൽ ഖദറിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 1000 മാസം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ചോദ്യം ആവർത്തിക്കാം. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യം ഉത്തമം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1000 മാസം എന്ന് പറയുന്നത് എത്ര വർഷക്കാലമാണ്? അടുത്ത ചോദ്യം, ഏത് വർഷമാണ് അറബി മാസത്തിലെ അറബി മാസമല്ല, ഹിജ്റയിലെ എത്രാമത്തെ വർഷത്തിലാണ് റമളാൻ നിർബന്ധമാക്കിയത്? ഹിജ്റ എത്രാമത്തെ വർഷമാണ് റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത്? ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പിന് അറബി ഭാഷയിൽ പറയുന്ന പേരെന്താണ്? നോമ്പിന് അറബി ഭാഷയിൽ പറയുന്ന പേരെന്താണ്? 13 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിലോ തംസപ്പോ ഹാൻഡ് റേസ് ചെയ്യാമോ? ഓക്കെ. 1-2 പേരെ ചെയ്തിട്ടുള്ളൂ. എല്ലാരും കഴിഞ്ഞോ? റിപ്പീറ്റ് ചെയ്യേണ്ട വല്ല ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ അല്ലേ ഫൗസിയ മാം? അതെ. ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ മൊത്തം 13 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കാട്ടോ. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ മതി. എല്ലാരും കൂടെ ചോദിക്കുമ്പോൾ കുറെ പേർക്ക് ഡിസ്റ്റർബൻസ് പറയുന്നുണ്ട്.
12ാമത്തെ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു. 12ാമത്തെ ചോദ്യം ഇതാണ്. അതായത് ഹിജ്റ ഏത് വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ഓക്കെ. ഹിജ്റ ഏത് വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ടൈം മതിയെന്ന് തോന്നുന്നു ഫൗസിയ. നമുക്ക് ആൻസറിലോട്ട് പോവാൻ തോന്നുന്നു. ഇൻഷാല്ലാ. ഫൗസിയുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ആൻസർ വായിക്കാന് സാലിഹ? ചോദിച്ചു നോക്കായിരുന്നു. റേഞ്ച് കുറവാ തോന്നുന്നു. അല്ലെ ലീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ചിലപ്പോ ഒന്നുകൂടെ ജോയിൻ ചെയ്യുമ്പോ ശരിയാവും നോക്കട്ടെ. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇടുക്കിയില് വെള്ളം ഉണ്ടാ? വെള്ളം ഉണ്ടാന്ന് ഇടുക്കിയില്. റീജോയിൻ ചെയ്തോ? ഇല്ല കാണുന്നില്ല. നോക്കട്ടെ. ഇല്ല, ഇവിടെ ഉണ്ടോ? ഫൗസി ഇപ്പൊ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞേ. ഒന്ന് വൈഫൈ കണക്ട് ചെയ്യണേ. ഉണ്ട്, നെറ്റ് ഉണ്ട്. ഫൗസിയ റീജോയിൻ ചെയ്യാണ്. ഒന്ന് നെറ്റ് കണക്ട് ചെയ്യാണ്, വൈഫൈ കണക്ട് ചെയ്യാണ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നല്ലോ അല്ലേ? ഇല്ല, വന്നിട്ട് കണക്റ്റഡ് ആവുന്നേ ഉള്ളൂ. ഫൗസിയ ചാറ്റ് ബോക്സിൽ ആൻസർ ഇടാൻ പറ്റുമോ ഫൗസിയ മാം? ഫൗസി എന്നാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ഷെയർ ചെയ്യോ?
സാലിഹ അവള് ലീവ് ചെയ്യാണ് കേറി തോന്നുന്നല്ലേ. കേറിയിട്ട് ലീവ് ആവാണ്. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഞാനൊന്ന് സാലിയുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല 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 ഒരു സെക്കൻഡ്. നമുക്ക് ചെയ്യാം, വെയിറ്റ് ചെയ്യിക്കണ്ട. എന്നാ ഐഷത്തിന്റെ അടുത്തുണ്ടോ? ഇല്ല, ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാൻ പറയാം. ഓക്കെ. അല്ല നന്നാവുക. അതെ 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 അതെ. പറഞ്ഞു ഫൗസിയ പേടീന്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്. അതായത് നമ്മൾ നോമ്പ് നോൽക്കുന്നത് തഖ്വ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തഖ്വ എന്താ പറയാ, നമ്മള് മുത്തഖീങ്ങളാവാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നതെന്ന് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതായത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തത്തഖൂൻ തഖ്വയുള്ളവരാവാൻ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയവരെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ തംസപ്പ് ഇടുക. അതാണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം. റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം കത്തി എരിയുന്നത് അല്ലെങ്കിൽ കരിയിച്ചു കളയുന്നത് എന്നുള്ളതാണ് റമളാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങൾ കരിയിച്ചു കളയാൻ പറ്റുന്നവ എന്നാണ് ഇതിന്റെ അർത്ഥം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിയിച്ചു കളയുന്നത് എന്നാണ്, കരിയിച്ചു കളയുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. കുറച്ചു പേരൊക്കെ തംസപ്പ് ഇടുന്നുണ്ട്. ബേൺ, ക്വാളിഫൈ, ബേൺ എന്നും പറയാം. യെസ്. ഇനി അടുത്ത ചോദ്യം, റമളാനിന്റെ ആദ്യ രാത്രിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെ? അത് എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടാമോ? 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് പിശാചിനെ ബന്ധിക്കും. യെസ്, വെരി ഗുഡ്. ഒന്ന് പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കും. 2 നരകത്തിന്റെ വാതിൽ നരകത്തിന്റെ വാതിൽ അല്ലെങ്കിൽ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നു. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ടപ്പെടും. യെസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ആദ്യ രാത്രിയിൽ തന്നെ. 1 പിശാചുകളെ ചങ്ങലയെ കൊണ്ട് ബന്ധിക്കും. 2 നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നു. 3 സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പൊ പിശാചുക്കളും കെട്ടിയിട്ടുണ്ട്, സ്വർഗത്തിന്റെ വാതിലും തുറക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തെറ്റ് 6 ഭാഗത്തു നിന്നാണ് നമ്മളപ്പോ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ. ശൈത്താനെ നമ്മൾ എപ്പോഴും കുറ്റം പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ റമളാനിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസേ ഇല്ല. കാരണം അള്ളാഹ് നമ്മൾ ഹദീസിൽ പഠിക്കുന്നുണ്ട് എന്താണ്, ശൈത്താന് പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ റമളാനിലാണ് എന്ന് ഏത് സൂറത്തിലാണ് പറയപ്പെടുന്നത്? അതായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ് എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ചു തന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ. വെരി ഗുഡ്. ആയത്ത് കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? അറിയാം ആർക്കെങ്കിലും? ഏത് ആയത്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? റമളാൻ 185-ാമത്തെ ആയത്താണ്. 185-ലെ ആയത്ത്. അതായത് ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹി കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ വിശുദ്ധ ഖുർആനെ റമളാൻ എന്ന് പറയുന്ന നമ്മളോട് പറഞ്ഞു തന്ന സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്താണ്. ഇനി അടുത്ത ചോദ്യം, ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? ഒന്നെന്നാണ് ഉത്തരം. കേട്ടിട്ടില്ല. ഓക്കെ, അതായത് ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ആണ്. ഒറ്റ തവണയാണ് റമളാൻ എന്നുള്ള പദം ഖുർആനിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം? ബദർ ദിനം. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്. ബദർ ദിനമാണ് യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം. അപ്പൊ ബദർ എന്നാണ് നടന്നതെന്ന് കൂടെ പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഇത് ചോദ്യത്തിലില്ല. റമളാൻ 17. കറക്റ്റ് ആൻസർ ആണ്. പലർക്കും അത് അറിയായിരിക്കും അല്ലെ. റമളാൻ 17-നാണ്. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടന്ന സമയം
ഹിജ്റ 2-ാം വർഷമാണ്. ഈ ഹിജ്റ 2-ാം വർഷത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഹിജ്റ 2-ാം വർഷമാണ് എന്ത് റമളാനും നിർബന്ധമാക്കി. റമളാൻ മാസത്തിൽ നോമ്പ് എടുക്കണമെന്ന് നിർബന്ധമാക്കിയതും ഈ പറയുന്ന ഹിജ്റ 2-ാം വർഷമാണ്. കുറെ പേര് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യോ, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. മ്യൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര റമളാൻ കാലം നോമ്പ് അനുഷ്ഠിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജ്റ 2-ാം വർഷമാണ് റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര റമളാൻ കാലം നോമ്പ് അനുഷ്ഠിച്ചു? 9 വർഷം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 9 വർഷം അല്ലെങ്കിൽ 9 റമളാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം? വിശ്രമം. 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 വിശ്രമമാണ്. അതെ അതെ അതെ, വിശ്രമമാണ്. ഇത് ആർക്കൊക്കെ ശരി കിട്ടി? വിശ്രമമാണെന്നുള്ളത്. വിശ്രമം എന്നാണ് തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം. എത്ര പേർക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടി? ഓക്കെ, ഷെറിന് കിട്ടിയിട്ടുണ്ട്, വേറെ ആരും പറയുന്നില്ല. എനിക്ക് ഞാനല്ലേ പറഞ്ഞു. ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്? ഷെറിനാണോ? അല്ലല്ല, റംല. റംല. ഓക്കെ ഓക്കെ, റംല കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം. ആർക്കൊക്കെയാണ് ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാത്ത കൂട്ടർ? ജസീനാക്കും കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാഹ്, ബറകല്ലാഹു ഫീക്. ആർക്കൊക്കെയാണ് ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാത്തത്? ഞാൻ പറഞ്ഞു 3 കൂട്ടർക്കാണ്. ഓർമ്മയില്ല. ക്ലിയർ ആയില്ല? എന്താണ്? ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അതായത് ലൈലത്തുൽ ഖദറിന്റെ ഒരു പുണ്യം ലഭിക്കാത്ത 3 കൂട്ടരുണ്ട്, ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടില്ല. അതേപോലെ തന്നെ മുനാഫിക്കല്ല. ഞാൻ ഉത്തരം പറയാം. ഒന്ന് ഒരു ആരാണ്? ഒന്ന് കുടുംബ ബന്ധം ചേർത്തവൻ, 2 അള്ളാഹ് ശിർക്ക് ചെയ്തവൻ. അല്ലല്ല, 3 ഞാൻ പറയാം. ആദ്യത്തെ ഒരാള് നമ്മുടെ ഈ എന്താ പറയാ, ഭാവി നോക്കുന്നവരുണ്ടാവില്ലേ, എന്താണ് പറയാ, സൂട്ട് സേയേഴ്സ് എന്നൊക്കെ പറയൂലേ. അതായത് കൈനോട്ടക്കാരും അതേപോലെ ഭാവി പ്രവചിക്കുന്ന ആളുകൾ, അവർക്കാണ് 1. 2 ഈ മദ്യപാനം ശീലം അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞ കള്ളുകുടിയന്മാര്, ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തികള്. 3 ഒരു വ്യക്തി, അതായത് അവരുടെ ഹൃദയത്തിൽ മറ്റൊരു മുസ്ലിമിനോട് കുറെ നാളായിട്ടുള്ള ഒരു ശത്രുത പുലർത്തുന്ന ഒരു വ്യക്തി, 3ാമത്തെ വ്യക്തി. അപ്പൊ നമ്മൾ ബാക്കി 2 നമ്മൾ സേഫ് ആയിരിക്കും അല്ലെ. നമ്മൾ അധികം എന്താ പറയാ, ഈ കൈനോട്ടക്കാരുടെ അടുത്തോ ഒന്നും പോകാറില്ലായിരിക്കും, അല്ലെങ്കിൽ മദ്യപാന ശീലം ഉള്ളാത്തവരായിരിക്കും, ലക്ഷണം നോക്കുന്നവരുടെ അടുത്ത് പോകാത്തവരായിരിക്കും. പക്ഷെ നമ്മളിൽ പലരും വേറൊരു മുസ്ലിമിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് വെറുക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ നമ്മളോട് മുന്നേ ചെയ്തു പോയ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ അവരോടുള്ള ഒരു വെറുപ്പോ വിദ്വേഷം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ഹദീസ് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതായത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമായിട്ട് ഒരു തരത്തിലുള്ള ശത്രുതയും പാടില്ല എന്നുള്ളത്. എത്ര വലിയ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു പുണ്യം നഷ്ടപ്പെടുന്ന മാത്രം അള്ളാഹു വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഒരു മറ്റൊരു മുസ്ലിമിനെ ഹൃദയം കൊണ്ട് പോലും വെറുക്കുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമ്മളത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അള്ളാഹു നമ്മളെ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹിജ്റ കലണ്ടറിൽ എത്രാമത്തെ മാസമാണ് റമളാൻ? 9ാമത്തെ. 9ാമത്തെ ആൻസർ ആണ്, 9ാമത്തെ മാസമാണ്. കറക്റ്റ് ഉത്തരവാണ്. അതായത് റമളാന് മുന്നുള്ള മാസം ഏതാണ്? റജബ്. അതായത് ഇപ്പൊ റമളാന് മുന്നുള്ള മാസം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന മാസത്തിൽ ഷാബാൻ. അതേപോലെ റമളാന് ശേഷമുള്ള മാസത്തിന്റെ പേരെന്താണ്? ഷവ്വാൽ. കറക്റ്റ് ആൻസർ ആണ്. പിന്നെ നമുക്ക് ദുൽഖഅദ്, ദുൽഹിജ്ജ എന്നുള്ള 2 മാസം കൂടെ കഴിഞ്ഞാൽ ഈ വർഷം പൂർത്തീകരിക്കുന്നു, ഹിജ്റ മാസം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ക്വസ്റ്റ്യൻ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എത്ര വർഷത്തേക്കാണ് ആ ഒരു കണക്ക് കൂട്ടൽ, അല്ലെങ്കിൽ 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യായുസിന്റെ എത്ര വർഷമാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാത്രി കൊണ്ട്? അതെ, ഉത്തരമാണ് 83 എന്നുള്ള ഉത്തരമാണ്. 83. ഓക്കെ, അടുത്ത ചോദ്യം. നോമ്പിന് അറബി ഭാഷയിൽ പറയുന്ന പേരെന്ത്? സൗമ്. കറക്റ്റ് ഉത്തരമാണ്, സൗമ്. നോമ്പിന് അറബി ഭാഷയിൽ പറയുന്ന പേര്
സൗമാണ്. അപ്പോ വേറെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അല്ലെ? ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതായത് എത്ര കൊല്ലം നോമ്പ് നിർബന്ധമാക്കി? അല്ല ഏത് വർഷത്തിലാണ് നോമ്പ് നിർബന്ധം? ഹിജ്റയുടെ എത്രാമത്തെ വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്? അത് ചോദിച്ചു പറഞ്ഞു. അതല്ല 1000 മാസം എത്ര 1000 മാസം എത്ര മാസം എന്നാ ചോദിച്ചത്. അതാ വിട്ടത്. അല്ല, അതല്ല 1000 വർഷം. എത്രാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്? അത് ഹിജ്റ 2-ാം വർഷം എന്നല്ലേ അത് പറഞ്ഞു നേരത്തെ. പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതല്ല 1000 പിന്നെ റംലാൻ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ പറഞ്ഞു. അത് എത്ര മാസമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വർഷം? 83 വർഷം എന്നാണ് ഉത്തരം. 80 വർഷം. ഓക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ഹിജ്റ 2-ാം വർഷം ആണ് നോമ്പ് റമദാൻ നിർബന്ധമാക്കിയത്. അതേ വർഷം തന്നെയാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്നതും നോമ്പ് നിർബന്ധമാക്കിയതും ഹിജ്റ 2-ാം വർഷമായിരുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഈ ഹിജ്റ 2-ാം വർഷം നടന്നു. അതാണ് കിബിലയുടെ മാറ്റം. അറിയില്ലേ? കിബില മാറ്റം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. ഹിജ്റ അത് റജബ് മാസത്തില് ഒരു ളുഹറിന്റെ സമയത്ത് മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖിബില മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അസറാണെന്നും പറയുന്നുണ്ട്. അസറാണെന്നാണ് കേട്ടാ. അസറാണ് അല്ലെ? ഓക്കെ. ലോഹറല്ല, അസറാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസാഖുല്ലാ ഖൈർ. എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാം ഉത്തരം ശരിയും കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? എല്ലാ ഉത്തരങ്ങളും ശരി കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? ഈ 13 ക്വസ്റ്റ്യനില് എല്ലാ ഉത്തരം ശരി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ട്? ആർക്കാണ് ഫുള്ള് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുള്ളത്? ആരിഫാണോ? ആരിഫൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. പിന്നെ ഒരു മിസ്റ്റേക്ക് വന്ന ആർക്കൊക്കെയാണ്? എനിക്ക് റംലാത്തൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെ? ഏതാ തെറ്റിപ്പോയത്? ഏതാണ്? അതെ, ആ 3 കൂട്ടില്ലേ? 3 കൂട്ടില് അത് കുറച്ച് പേര്, അത് മിക്കവർക്കും ഇതായി പോയിട്ടുണ്ട്. അതെ, മറന്നുപോയതാട്ടോ. പിന്നെ അപ്പൊ നമ്മളൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ഇത് നടത്തിയത്. നന്നാണ് ഒരു ഓർമ്മപ്പെടുത്തല്. നല്ല കാര്യം. ജസാക്കല്ലാഹു ഖൈർ. ആമീൻ. എല്ലാവർക്കും എന്താണ് ആക്റ്റീവായിട്ട്, എല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അള്ളാഹു നമ്മളുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വന്നു പോയ തെറ്റുകുറ്റങ്ങളും പാവങ്ങളും പുറത്തു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫി ദുനിയ വൽ ആഖിറ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാലിഹ അവിടെ ഉണ്ടോ? ഐഷത്ത? ഓക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകിട്ട് പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അസ്സലാമു അലൈക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.